മക്കളെ, ഓൾ ഇന്ത്യയിൽ MBBS, BDS, BSc നഴ്സിംഗുകളുടെ MCC കോട്ട വഴിയുള്ള, അതായത് ഓൾ ഇന്ത്യ കോട്ടയാണ്, MCC നടത്തിയ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിന്റെ റിസൾട്ട്, അതായത് റൗണ്ട് 1ന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ആയിട്ടുണ്ടാവില്ല, അലോട്ട് ആയിട്ടും ഉണ്ടാവാം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ വരും. ഒന്നുകിൽ നിങ്ങൾക്ക് അലോട്ട് ആയിട്ടില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾ റൗണ്ട് 2ന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ആദ്യ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കും, അതായത് നോട്ട് രജിസ്റ്റേർഡ്, ആദ്യ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടാവും, നോട്ട് രജിസ്റ്റേർഡ്, അവർക്കും റൗണ്ട് 2ൽ പങ്കെടുക്കാം. അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കും റൗണ്ട് 2ൽ പങ്കെടുക്കാം. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യണം. പങ്കെടുത്ത കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട, ഓപ്ഷൻ ഫില്ല് ചെയ്താൽ മതി. ബാക്കി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ ഫില്ല് ചെയ്യണം. ഇവിടെ ബാക്കിയുള്ളവർ റൗണ്ട് 2ൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മതി. അതിനുള്ള സമയം ഏകദേശം ഓഗസ്റ്റ് 21 തുടങ്ങി ഓഗസ്റ്റ് 26 വരെയാണ്. ഈ ഡേറ്റ് മാറുമോ എന്നുള്ളത് പിന്നീട് അറിയിക്കാം. നിലവിൽ ഇതാണ് അവരുടെ ഷെഡ്യൂൾ. അത് അലോട്ട് ആയിട്ടില്ലെങ്കിൽ, ഇനി അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫ്രീ എക്സിറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് അതിൽ നല്ലൊരു സീറ്റ് സ്റ്റേറ്റിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ആവാം. ഫ്രീ എക്സിറ്റ് ആവുന്നതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നിലവിൽ ചെയ്യേണ്ടതില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ജോയിൻ ചെയ്യാണ്ടിരുന്നാൽ മതി. അത് ഫ്രീ എക്സിറ്റ് ആണ്. നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് വന്നോളും. ഇവിടെ ഫ്രീ എക്സിറ്റ് ആണ്, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നില്ല. ഇനി അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്താണ്, ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് കൺഫേം ചെയ്യാം, നിങ്ങൾക്ക് ആ സീറ്റ് മതി എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് റൗണ്ട് 2ൽ പുതിയ ഓപ്ഷൻ വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്യാം. റൗണ്ട് 2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ ഈ സീറ്റ് അവിടെ ഉണ്ടാവും. റൈറ്റ്. ഈ ജോയിൻ ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 14 തുടങ്ങും. അപ്പോൾ ഓൾറെഡി അവരുടെ ഈ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 14 തുടങ്ങി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നാണ്. അതിന്റെ ഡേറ്റ് 18 വരെയാണ്. മുൻപ് അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂൾ പ്രകാരം 18 വരെയാണ്. ഈ 18 എന്നുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാറായില്ല, അവരുടെ അപ്ഡേറ്റ് വന്നില്ല. നിലവിൽ 14 അലോട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിയവരെ ശ്രദ്ധിക്കുക, 14 ശേഷം 18 മുമ്പ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്. ഒന്ന്, അലോട്ട്മെന്റ് ലെറ്റർ ഫ്രം MCC. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഒരു അലോട്ട്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട്, അത് പ്രിന്റ് ഔട്ട് എടുക്കണം. 2, നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്. അന്ന് നിങ്ങൾ നീറ്റ് എഴുതാൻ ഉപയോഗിച്ച അഡ്മിറ്റ് കാർഡ്, അതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടാവണം. റാങ്ക് ലെറ്റർ ഓഫ് നീറ്റ്, അതായത് നീറ്റിന്റെ ഇന്ത്യയിൽ നിങ്ങൾക്ക് റാങ്ക് ലെറ്റർ തന്നിട്ടുണ്ട്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, മാർക്ക് എത്രയാണെന്നൊക്കെ പറഞ്ഞ് അതുണ്ടാവണം. ദെൻ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന അങ്ങനെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൂടെ കരുതാം. ദെൻ 10ന്റെയും +2ന്റെയും സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ രണ്ടാണെങ്കിൽ അത് രണ്ടും ഒന്നാണെങ്കിൽ ഇത് രണ്ടും ഓരോന്ന്. 10ന്റെ സർട്ടിഫിക്കറ്റും +2ന്റെ സർട്ടിഫിക്കറ്റും. ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അവർ പറഞ്ഞിരിക്കുന്നത് 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നാണ്. ഇത് ചില കോളേജുകളിൽ വ്യത്യാസപ്പെടും. അതുകൊണ്ട് 8 കയ്യിൽ കരുതുക, ബാക്കി നിങ്ങളുടെ ഫോണിലോ മെയിലിലോ അറ്റാച്ച് ചെയ്തിടുക, അവിടുന്ന് പ്രിന്റ് ഔട്ട് എടുക്കാം. ദെൻ ഐഡന്റിറ്റി പ്രൂഫ്. ഇത് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് ഉപയോഗിക്കാം. പിന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ഡോക്യുമെന്റ്. ഇപ്പൊ ഒരു SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റുകൾ, EWS കാറ്റഗറിയിൽപ്പെട്ടവര്, OBC NCLപ്പെട്ടവര്, ഇവരൊക്കെ എന്ത് ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇതൊക്കെ താലൂക്കിലേതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഉണ്ടാവണം. ദെൻ ഫീ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ അറിയാം. പിന്നെ 2, നിങ്ങൾ കോളേജിൽ കോൺടാക്ട്, നിങ്ങൾക്ക് എവിടെ കിട്ടിയോ അതനുസരിച്ച് ഫീസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ കോളേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ദെൻ കേരളത്തിന് വെളിയിൽ കിട്ടിയ കുട്ടികളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ആ എലിജിബിലിറ്റി ഇപ്പൊ CBSE ബോർഡ് പഠിച്ചവർ, ICSE ബോർഡ് പഠിച്ചവർക്കൊന്നും ഇത് എലിജിബിലിറ്റിയുടെ ആവശ്യമില്ല. എന്നാൽ സ്റ്റേറ്റ് പഠിച്ച, കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടി വെളിയിൽ പോവുകയാണെങ്കിൽ ഏത് സംസ്ഥാനത്താണോ കിട്ടിയത് ആ സംസ്ഥാനത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് ജസ്റ്റ് ഒന്ന് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടേക്കുക. പിന്നെ TC ഉണ്ടാവണം. നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടിയത്. ചിലർക്ക് TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും, ചിലർക്ക് രണ്ടായിരിക്കും. അത് വേണം. 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ കയ്യിൽ പഴയതാണെങ്കിൽ പുതിയ ഒന്ന് ഗസറ്റഡ് ഓഫീസറോട് വാങ്ങുക. ഇത്രയുമാണ് ബേസിക് ഡോക്യുമെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനിയിപ്പോ ചിലർ ചോദിക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ, ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടേ, അതൊക്കെ ഒരു സെക്കൻഡറി ഡോക്യുമെന്റ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ ചെന്നതിന് ശേഷം നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന് സമയം തരും. ഇതാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനും ഫിസിക്കൽ ഫിറ്റ്നസിനുമുള്ള സമയം ഉണ്ടാവും. അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സഫീഷ്യന്റ് ടൈം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ്
ഓൾ ഇന്ത്യയുടെ റൗണ്ട് 1 കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റിന്റെ എക്സ്റ്റൻഷനോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.